ഇരുപത്തിയേഴാമത് ഓൾ കേരള സെലസ്റ്റിയൽ ട്രോഫിയുടെ മത്സരങ്ങൾ സമാപിച്ചിരിക്കുന്നു. അതിൻ്റെ സമ്മാനദാന ചടങ്ങിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രസൻറ്റേഷൻ പാർട്ടിയിൽ നമുക്കുള്ളത് ശ്രീ വിനോദ് എസ് കുമാറാണ്, നമ്മുടെ അഭിമാനം, കേരളത്തിൻ്റെ സെക്രട്ടറി. ഒപ്പം തന്നെ ചെയർമാൻ നാരായണസ്വാമി, ടൂർണമെൻറ്റ് നാരായണസ്വാമി. വരൂ. Come on, sir. അതുപോലെ ടൂർണമെൻറ്റ് കൺവീനർ ശ്രീ ബാബു. ഒപ്പം തന്നെ നമ്മുടെയൊക്കെ MCCയുടെ ഏറ്റവും സീനിയർ ഈ അനന്ത പാർട്ടിയിലുള്ളവർ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് കളിച്ച രണ്ട് ടീമിനെ ഇതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ടൂർണമെൻറ്റിൻ്റെ 27ാമത് സെലസ്റ്റിയൽ ട്രോഫിയുടെ ഒരു അവലോകനവും ഇതിന് ഒരുപാട് പേരോട് കടപ്പാടുണ്ട്, ടീമുകളോടും അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റ് നടത്താൻ സഹായിച്ച എല്ലാവരോടും. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രീ പ്രമോദിനെ. വളരെ സന്തോഷമുണ്ട്. കാരണം കോവിഡൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ് ടൂർണമെൻറ്റ് നമുക്ക് നടത്താൻ പറ്റും. നല്ല സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് CCA വിഭാവനം ചെയ്ത പത്തിയായിട്ട് അത് നമുക്ക് ഒരു വർഷം നടത്താൻ പറ്റില്ല. കഴിഞ്ഞ വർഷം നടത്താൻ വേണ്ടി മാത്രം വളരെ ടീമുകളെ ചുരുക്കി നടത്തി. ഈ വർഷം ഏതാണ്ട് 40ഓളം ടീമുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, 2 ഫേസിലായിരുന്നു. അതിനകത്ത് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ഒരു മാച്ച് പോലും നമുക്ക് അതാണ് അബാൻഡൻ ചെയ്ത് പോവുകയോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇല്ലാതാവുകയോ ഒന്നും ചെയ്യില്ല. എല്ലാ മാച്ചും നന്നായിട്ട് ഫുള്ളായിട്ട് കളിക്കാനും പറ്റും. അത് വളരെ സന്തോഷമുണ്ട്. പിന്നെ KCA എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ടൂർണമെൻറ്റിലൂടെ പലരുടെയും, അതായത് സാധാരണഗതിയിൽ ഡിസ്ട്രിക്റ്റോ സോണോ ഒന്നും കളിച്ച് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും, അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് പോലും അവരുടെ കാലിബർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ആയിട്ടാണ് ഈ എലൈറ്റ് ടൂർണമെൻറ്റിൻ്റെ എനിക്കൊന്ന് ഒരുപാട് പേര് അത് ഉൾക്കൊണ്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പെട്ടെന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 7 സെഞ്ചുറി, ഒരു 17ഓളം 50s, 6 5 വിക്കറ്റിലുള്ള 6 പെർഫോമൻസ്, 14ഓളം 4 വിക്കറ്റിൻ്റെ 14ഓളം പെർഫോമൻസ്. ഫേസ് 1ഉം ഫേസ് 2ഉം ഒക്കെ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാം നന്നായിട്ട് ഒരു ഫൈറ്റ് ചെയ്യപ്പെട്ട ഒരു ടൂർണമെൻറ്റായിട്ട് തന്നെയാണ് കരുതുന്നത്. അതിനകത്താണ് നമുക്ക് ഏറ്റവും ചാരിതാർത്ഥ്യമുള്ളത്. പിന്നെ ഈ ടൂർണമെൻറ്റ് നടത്തുമ്പോൾ 27 ദിവസമായിട്ട് ഞാനും ഇതിനകത്തൊന്ന് ഞങ്ങളുടെ സീനിയേഴ്സ് എല്ലാവരും ഉണ്ട്. ഇത്തവണ എനിക്ക് ക്ലബിൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പുതിയ കുറേ ആൾക്കാർ, എല്ലാവർക്കും ബാബു സാറിനെ അറിയാം, അദ്ദേഹം കോച്ചാണ്. പക്ഷേ ഈ ഓർഗനൈസിങ് സൈഡിലോട്ട് എനിക്ക് ഫസ്റ്റ് ടൈമാണ് വന്നത്. അദ്ദേഹം ഇത് മുഴുവൻ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവ് മുഴുവൻ ഉപയോഗിച്ചിട്ട് വളരെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള വേറെ 2 പുതിയ ആൾക്കാർ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഒരു ദൈവികമായ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടാറുണ്ട്. അതിൽ ആരെങ്കിലും 1-2 പേര് പുതിയതായിട്ട് വരും ഈ ടൂർണമെൻറ്റ് ഓർഗനൈസിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഫ്രണ്ടിൽ നിൽക്കാനായിട്ട്. ഈ വർഷം 2 പേര് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ട ആനന്ദ് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. പിന്നെ ഈ എല്ലാം നന്നായിട്ട് നടത്താനുള്ള അടിസ്ഥാനമായ കാരണം എന്ന് പറയുന്നത് KCA തന്നെയാണ്. KCA പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആളല്ല. നമുക്ക് ഈ വെന്യൂവും സമയവും വേറെ ഒരു ഇൻ്റർവെൻഷനും ഇല്ലാത്ത തരത്തിൽ നമുക്ക് അനുഭവിച്ചു വരികയും എല്ലാ മാച്ചും കൃത്യമായിട്ട് നടത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. അതിനകത്ത് എല്ലാവരുടെയും അതുപോലെ എല്ലാ ടീമുകളും വളരെ കൃത്യമായിട്ട് സമയത്തെത്തുക, കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക, ബാക്കി റൂൾസ് എല്ലാം കൃത്യമായിട്ട് പാലിക്കുക, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ നമ്മൾ നോക്കുമ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ടൂർണമെൻറ്റായിട്ട് ഞാൻ കരുതുന്നു. ബാക്കിയൊക്കെ നിങ്ങളുടെ വിലയിരുത്തൽ ഞാൻ കരുതുന്നു. സോ വൺസ് അഗൈൻ താങ്ക് യു. ശ്രീ വിനോദ് സെക്രട്ടറി അദ്ദേഹം 2 വാക്ക് സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ ഡയറക്ടർ 2 വാക്ക്. അതിൽ 2 ടീമിനും ആശംസകൾ. വർഷങ്ങളായിട്ട് നടക്കാൻ ടൂർണമെൻറ്റാണ്. കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും നമ്മളെപ്പോഴും കാണുന്നവരാണ്.
കളിച്ചിട്ട് ഇനി നിങ്ങളെ നിർത്താനായിട്ടും ആഗ്രഹമില്ല. ശരിക്കും ഈ സെലസ്റ്റിയൽ ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ടൂർണമെൻറ്റ് വരുമ്പോൾ നമുക്ക് അനുഗ്രഹീതമായി മഴയും വരാറുണ്ട്. ഇപ്പം അവസാനമാണ് മഴ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. ആദ്യം ഈ ഗ്രൗണ്ട് സജ്ജമാക്കി തന്ന രണ്ടുപേർക്കാണ് നമ്മൾ മൊമെൻറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ എ എം ബിജു ഇല്ലെന്ന് തോന്നുന്നു, ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ, അതുപോലെ ശ്രീ എസ് ചന്ദ്രകുമാർ. രണ്ടുപേരും ഇല്ല, അവർക്ക് രണ്ടുപേരുടെയും ഉള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ നമ്മൾ പിന്നെ എല്ലാ കളിയും നിയന്ത്രിക്കാൻ ആൾ വേണം. അത് നിയന്ത്രിക്കുന്നത് മനോഹരമായാൽ കളി സുന്ദരമാണ്. അങ്ങനത്തെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇന്ന് നമുക്ക് കളി നിയന്ത്രിച്ചിട്ടുള്ളത്. അവരെ പറയുമ്പം ഒരു കാര്യം എടുത്തു പറയണം. അവർ ആദ്യമായിട്ട് അവരുടെ ഡെബ്യൂ രഞ്ജി മാച്ച് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാദ്യമേ ഒരു ശിവകുമാർ മധ്യപ്രദേശും റെയിൽവേസുമായിട്ടുള്ള മത്സരം ഇൻഡോറിൽ നിയന്ത്രിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വജിത്ത് പഞ്ചാബ് JK മാച്ച് അത് മൊഹാലിയിലാണ് നടന്നത്. മൊഹാലിയിലാണ് മത്സരം നിയന്ത്രിച്ചിട്ടുള്ളത്. അതിനെ അവർക്ക് നിങ്ങൾക്ക് കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി അവർ കൂടെ ഒരുപാട് അവർക്ക് രണ്ടുപേർക്കും മൊമെൻറ്റോ നോട്ടീസ് കുമാർ നൽകും. പേഴ്സണുള്ള ഇന്നത്തെ ഒഫീഷ്യേറ്റിംഗ് പതിറ്റാണ്ടിലേറെ അമ്പയറിങ് രംഗത്തുള്ള നമ്മുടെയൊക്കെ വളരെ സീനിയറായിട്ട് ഒരുപക്ഷെ എൻ്റെ കൂടെയും അമ്പയറിങ് ചെയ്തിട്ടുള്ള ആളാണ് ശ്രീ എസ് അനിൽകുമാർ. അദ്ദേഹത്തിന് ഒരു ആദരവ് നൽകാൻ MCC ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു കൈയ്യടിയോടുകൂടി അദ്ദേഹത്തെ ഇപ്രാവശ്യം തന്നെ അദ്ദേഹം വേറെയും അവാർഡ് സ്വീകരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. വെറ്ററൻസിൻ്റെ അവാർഡ് ഇത്തവണ സ്വീകരിച്ച ആളാണ്. അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യങ്ങളും ഇനി അമ്പയർ ചെയ്യാൻ നൽകട്ടെ. അതായത് ശ്രീ ഗോപകുമാർ, ഡേറ്റ ഫോർ സ്പോർട്സ്. ഇവിടെ കളികളെല്ലാം ഓൺലൈനിൽ കൂടെ എല്ലാവരുടെയും അല്ലെങ്കിൽ സമഗ്രമായി എത്തിച്ച് ഒരാളാണ് ഗോപകുമാർ, ഡേറ്റ ഫോർ സ്പോർട്സിന് വേണ്ടി. അദ്ദേഹത്തെ ആദരിക്കുന്നു. ശ്രീ നാരായണൻ ാണ് ഡേറ്റ ഫോർ സ്പോർട്സ്. അടുത്ത ഈ സീസണിലെ ഫൈൻഡ് യങ്ങർ പ്ലെയർ ഷൈൻ CCയിലെ മാനവ് കൃഷ്ണയാണ്. അണ്ടർ 16 സ്റ്റേറ്റ് പ്ലെയറാണ്. അദ്ദേഹം NCA ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് എസ് രമേശ് സ്പോൺസർ ചെയ്ത ഒരു 5000 രൂപയും കൊണ്ടുപോയി. എസ് രാജേഷ് മെമ്മോറിയൽ അവാർഡാണ്. എത്തിയിട്ടുണ്ടോ? മാനവ് കൃഷ്ണനാണ്. മാനവ് കൃഷ്ണൻ. ഇനി മാൻ ഓഫ് ദ സെമി ഫൈനൽ അവാർഡുണ്ട്. മാൻ ഓഫ് ദ സെമി ഫൈനൽ ആദ്യത്തെ സെമി ഫൈനൽ മത്സരത്തിൽ AG's ഓഫീസിലെ അഖിൽ MS ആണ്. രണ്ടാമത്തെ സെമി ഫൈനൽ ആത്രയ CCയിലെ ജോഫിൻ ജോ. ഇനി ഇൻഡിവിജ്വൽ അവാർഡ്സ് ആണ്. പ്രോമിസിംഗ് യങ്സ്റ്റർ ആദിത്യ ബൈജു ആത്രയ. കീപ്പറിനുള്ള അവാർഡാണ് അടുത്തത്. രാജ മെമ്മോറിയൽ അവാർഡ്. അത് സ്വീകരിക്കാനായി AG's ഓഫീസിലെ രാഹുൽ
പ്രതാപ് ചന്ദ്രൻ മെമ്മോറിയൽ അവാർഡ് AG's ഓഫീസിലെ അജിത് പി. ബെസ്റ്റ് ബാറ്റർ BK55 സൽമാൻ നിസാറാണ്. കളിച്ച എല്ലാ മത്സരങ്ങളിലും അയാൾ 50 അടിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു അവാർഡിന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് കൊണ്ടാണ് സൽമാൻ നിസാർ ഇല്ല തോന്നുന്നു. മാൻ ഓഫ് ദ ഫൈനൽ ആരായിരിക്കും? എനിക്ക് യെസ് അർജുൻ. ഈ ടൂർണമെന്റിലെ ഏറ്റവും നല്ല കളിക്കാരൻ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ജോഫിൻ ജോ. मोहम्मद अनस, निपुण बाबू, जोफिन जोस, अक्षर डीके, आदित्य बैजू, विष्णु TM, विवेक KP, आदित्य कृष्णन के, आदित्य के, श्रीराजिया and Ahmad Khan. Cash award 25,000 rupees. The AG's office winner Akhil MS. Akhil MS, Rahul K, Aisha Chandran, Mohammad Shanu, Ali V. Sansan, Manu Krishna, Ashwin Anand, Ajit, Arjun AK, Basil MP, Srijit KR, Sachin Mohan, Krishna Kumar TV, Madan Mohan, and Dinesh. Captain, Akhil. Akhil, come. Winners trophy.
That completes the priest distribution ceremony, and thank you once again for all, and we will make it way for the rain. ഒരു കാര്യം എല്ലാവരും കണ്ടാണോ